എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2020 വരുന്ന നല്ലൊരു ഇന്നോവ ക്രിസ്റ്റയാണ്. അതും 2.4 മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടി. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന്. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് സീറോ റീപ്ലേസ്മെൻറ്റ്, അതായത് ഒരു ഗ്ലാസ്സോ ഒരു ഡോറോ ബോണറ്റോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ഇല്ലാത്ത ഫുൾ ഒറിജിനലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. പിന്നെ ഇന്റീരിയറിലും അതേപോലെ തന്നെ ഓരോ പാർട്സ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഈ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും കിട്ടും. അതും പ്രോപ്പർ, അതായത് ഒരു പീസ് പോലും ചേഞ്ച് ഇല്ല. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് തന്നെ സിംഗിൾ ഓണറാണ് വണ്ടി. ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ പാർട്സും ഒറിജിനലാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ചേഞ്ചസ് ഇല്ല. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. ഫ്രണ്ടിലെ കാര്യങ്ങൾ ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് കമ്പനി കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒറിജിനലാണ് വരുന്നത്. ഓരോ ഗ്ലാസ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും, എല്ലാം ഒറിജിനലാണ് വരുന്നത്. ഇനി ഡോറിൻ്റെ ബോഡി ലൈൻസ് നോക്കിക്കോ, നല്ല നീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വണ്ടിയിൽ ഇപ്പം വെള്ളം കിടക്കുന്നത്, അതായത് ഇപ്പം മഴയാണ്, മഴയുടെ സമയത്താണ് നമ്മൾ ഷൂട്ടും കൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ആക്കി നോക്കാം. ഡോർ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പേസ്റ്റിങ് കാണാൻ പറ്റുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ അതോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നീറ്റാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ആണ് വരുന്നത്, അതായത് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ റബ്ബർ ഭാഗം, റബ്ബർ അയച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. അതിന് റബ്ബർ കാര്യങ്ങളൊന്നും വണ്ടിക്ക് അയച്ചിട്ടില്ല, നല്ല ടൈറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലെ ഡോറ് അതേപോലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ലൈൻസ് നോക്കാം, അതായത് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഒരു വുഡൻ ഫിനിഷിങ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് സ്റ്റോക്ക് കണ്ടീഷനാണ്, ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. റബ്ബർ കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റാണ് വരുന്നത്. ജസ്റ്റ് മൊത്തം അഴിച്ച് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ചെറിയ പൊടിയ കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അല്ലാതെ വെച്ചാൽ അത്ര നീറ്റായിട്ട്, അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വണ്ടിക്ക്. അപ്പം ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡിക്കി ഗ്ലാസ് അതേപോലെ തന്നെ ഡിക്കി ഒറിജിനലാണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചിട്ടില്ല. പിന്നെ 2.4 Z, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, അതായത് ലേറ്റസ്റ്റ് 2020 ഇറങ്ങിയ ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടിയാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഡിക്കി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇതിന് ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. സൈഡ് റബ്ബർ നമ്മൾ അയച്ച് നോക്കിയായിരുന്നു. പിന്നെ ഇപ്പം ഇത് മഴ പെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളമോ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇനി ഈ സൈഡൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. അടിയിലെ റബ്ബർ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്താണ്, നല്ല ടൈറ്റിൽ തന്നെയാണ്. ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും വർക്ക് കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ നമ്മളെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റിൻ്റെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല, അതായത് ആ ബ്ലാക്കിൽ അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സീലിംഗ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഡിക്കി കാര്യങ്ങൾ, അതായത് ഓട്ടോമാറ്റിക്കലി, അതായത് ജസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലോക്കായി പോകും. അതായത് ഇന്നോവ ക്രിസ്റ്റ വീലും ഇസഡിലും ഉള്ളതാണ്, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ട്, ലോക്കായിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോഴും യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒറിജിനലാണ് വരുന്നത്. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വുഡൻ ഫിനിഷിങ് ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കിലാണ്, ബ്ലാക്ക് കുറച്ചും കൂടെ ഭംഗി കാര്യങ്ങളുണ്ട്. പിന്നെ ഡോറിൻ്റെ ഈ സൈഡിലൊരു ചെറിയ ഡെൻറ്റ് കിടപ്പുണ്ട് അടിയിൽ. വേറെ ഇവിടെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഡോറിനില്ല, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഗ്ലാസും, അതായത് സൈഡിലെ എല്ലാ ഗ്ലാസും ഒറിജിനലാണ് വരുന്നത്. എല്ലാത്തിനും ടൊയോട്ടയുടെ കോഡുണ്ട്, നമുക്കത് റീചെക്ക് വരെ ചെയ്തതാണ്. ഫുള്ള് ടൊയോട്ടയുടെ കോഡുണ്ട്. പിന്നെ മുകളിലായിക്കോട്ടെ, റൂഫ് സൈഡിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഡോഗ്സിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ചില വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പിന്നെ സൈഡ് മിറർ ഫോൾഡബിൾ ആണ് വരുന്നത്. രണ്ട് സൈഡ് മിററിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോൾഡബിൾ വർക്കിംഗ് ആണ്. ഇനി ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഡോറും അതേപോലെ തന്നെ റബ്ബറിൻ്റെ സൈഡ് നമുക്ക് അയക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് കിട്ടാത്തതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെയാണ് എടുക്കുന്നത്. ഇതുവരെ
ഇത് റബ്ബർ കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും കൂടെ വരുന്നത്. പിന്നെ അതിൻ്റെ നിങ്ങൾക്ക് സ്വിച്ചസോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല, നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ടയർ ഭാഗത്തേക്ക് വരുമ്പം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ് വരുന്നത്. 75% എബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി നമുക്ക് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. എന്ന് വെച്ചാൽ വെള്ളം ഇരിക്കുന്നതുകൊണ്ടാണ് ബോണറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോണറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോണറ്റ് നമ്മൾ ചെക്ക് ചെയ്താണ്. ആ സമയത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ സ്റ്റിക്കേഴ്സ് അതേപോലെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ലൈറ്റിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, പൊട്ടിയിട്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കമ്പനി സ്റ്റോക്കിൽ തന്നെ വന്നേക്കുന്ന ബാറ്ററി കാര്യങ്ങളാണ്, വർക്കിംഗ് കണ്ടീഷനാണ് വരുന്നത്. ഇതിൻ്റെ എൻജിൻ റൂമിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ വാഷിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നീറ്റായിട്ട് തന്നെ, അതായത് റീസെൻ്റ്ലി വണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കാണാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്, ഇന്ത്യയുടെ ഹൈലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വളരെ നീറ്റായിട്ടാണ് ഇതിൻ്റെ ഓണർ സൂക്ഷിച്ചേക്കുന്നത്. അത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പം ഇത് 7 സീറ്ററിലാണ് വരുന്നത്. അതും ഫുള്ള് ബ്ലാക്കിലാണ്, അതായത് ബ്ലാക്ക് ഇന്ത്യയിലാണ് വരുന്നത്. സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ഡാമേജും ഇല്ല. ഇനി ഹൈലൈറ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ AC വിൻഡോ, അതായത് ഈ വണ്ടിയുടെ AC വിൻഡോ 2 സൈഡിലും നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അതായത് AC വിൻഡോ നോർമലി പൊട്ടുന്നതാണ്, പക്ഷേ ഈ വണ്ടിക്ക് AC വിൻഡോ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ വരുന്ന, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, നാവിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. നാവിഗേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാ ഫെസിലിറ്റിയും അതേപോലെ ഫുൾ ഓപ്ഷനാണ് വണ്ടി. 2020 രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അലോയ്വീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഫുൾ ഓപ്ഷനിൽ വരുന്ന അലോയ്വീൽസ് ആണ് വണ്ടിക്ക് കിടക്കുന്നത്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ല, ഫുൾ ഒറിജിനൽ. അതായത് എല്ലാ ഗ്ലാസും, എല്ലാ ഡോറും, എല്ലാ ഡിക്കി, ബോണറ്റ്, പട്ടി എല്ലാം ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് മാനുവൽ ട്രാൻസ്മിഷനിലെ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും. അപ്പം ഇതുവരെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ കയറി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ആരെങ്കിലും ആവശ്യക്കാർ മേടിക്കാനുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതേപോലത്തെയുള്ള വീഡിയോസിന് വേണ്ടി അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.